ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നമ്മുടെ അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടന്നാലോ. അങ്ങനെ പോലീസ് ഹരീനയും കൊണ്ട് കൈതക്കൽ, അതായത് മാളികയ്ക്കൽ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ മനുവിനെ വിളിച്ച് പോലീസ് ഗേറ്റ് തുറക്കാൻ പറഞ്ഞു. മനു ഒരു റിമോട്ടൊക്കെ ആയിട്ട് വന്ന് ഗേറ്റ് അങ്ങോട്ട് തുറക്കുന്ന ഒരു സീനാണ്. അങ്ങനെ ഗേറ്റ് തുറന്നപ്പോഴത്തേക്കും ഹരീനെയും കൊണ്ട് അകത്തേക്ക് പോലീസ് ജീപ്പ് കടന്നപ്പോഴത്തേക്കും ഗേറ്റ് നമ്മുടെ ഹരി അടയ്ക്കുകയും ചെയ്തു. ആൾക്കാരുടെ ഉപദ്രവവും ആൾക്കാരുടെ ഈ ഒരു ശല്യമൊക്കെ കാരണമാണ് ഗേറ്റ് എപ്പോഴും പൂട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മനുവിനെ കൊണ്ടുവന്ന്, അതായത് മനുവിനെ പോലീസ് ജീപ്പിൽ കൊണ്ടുവന്ന് മാളിക വീട്ടിലെ അകത്ത് മുറ്റത്ത് നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ ഹരി മനുവിനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. ഹരി ആണെങ്കിലോ മനു ഹരീനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനു തിരിച്ച് ഹരീനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ മനുവിന്റെ മുഖത്തെ ആ ഒരു ഭാവം എന്ന് പറയുന്നത് വെറും പുച്ഛം മാത്രമാണ്. എന്താടാ നീ കാണിച്ചത്, നീ എന്റെ അനിയനാണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാടാ എന്നുള്ള രീതിയിൽ, നിനക്ക് ഇത് തന്നെ വേണമടാ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ മനു നോക്കുന്നത് കേട്ടോ. യാതൊരു ദാക്ഷിണ്യവും മനു കാണിക്കുന്നില്ല. ആ ഒരു രീതിയിൽ തന്നെ നോക്കുന്നത്. ഏതായാലും പോലീസുകാര് മനുവിനെ കണ്ടുകൊണ്ട് അകത്തെ ജീപ്പൊക്കെ ഒതുക്കിയിട്ടിട്ട് ഇറങ്ങി പോലീസുകാർ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുകയാണ്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ മനുവിനെ ഇറക്കുന്നുണ്ട് പോലീസുകാര്. അനിയനായി പോയില്ലേ, അത് ഓർത്തിട്ട് നമ്മുടെ മനുവിന് എന്ത് ചെയ്യണം എന്നറിയില്ല. എന്താ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നാണക്കേടാണോ, അനിയന്റെ അവസ്ഥ കണ്ടിട്ട് സഹതാപമാണോ, അതോ അവനിത് തന്നെ വേണമെന്നാണോ എന്നൊന്നും അറിയത്തില്ലാത്ത ഒരവസ്ഥ. എന്തൊക്കെ പറഞ്ഞാലും അനിയനായി പോയില്ലേ, ആ ഒരു ഇത് മനസ്സിൽ എവിടെയൊക്കെയോ ഉണ്ട് നമ്മുടെ മനുവിന് കേട്ടോ. അത് മനുവിന്റെ മുഖത്ത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. കാരണം ആ ഒരു മുഖത്തെ ഭാവമൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും സ്വന്തം അനിയനാണല്ലോ, രക്തമാണല്ലോ എന്ന് എവിടെയൊക്കെയോ ചെറുതായിട്ടൊന്ന് മിന്നി തിന്നുന്നുണ്ട്. എന്നാലും ഈ സമയത്താണെങ്കിൽ നമ്മുടെ കമല വീട്ടിനകത്ത് നമ്മുടെ കമല വല്ലാത്ത വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പോലീസ് അകത്തേക്ക് കയറി വരുന്നത്. പോലീസിനെ കണ്ടതും കമല ഒരു ഒറ്റ ഞെട്ട് കേട്ടോ. വീട്ടിനകത്തും പോലീസ് എത്തിയോ? ദേ പുറകെ വരുന്നു നമ്മുടെ താരം ഹരീനെ കണ്ടതും സകല കൺട്രോളും പോയി നമ്മുടെ കമലയുടെ. എന്തൊക്കെ പറഞ്ഞാലും പെറ്റ തള്ളയല്ലേ, കൺട്രോള് പോവാതിരിക്കും നമ്മുടെ ഹരി. വിലങ്ങൊക്കെ വെച്ച് രണ്ട് കയ്യിലും വിലങ്ങൊക്കെ ഇട്ടിങ്ങനെ വരുന്ന ആ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ ഏതൊരു അമ്മയ്ക്കും ഉണ്ടാകുന്ന ആ ഒരു വെപ്രാളം, പരവശം ഒക്കെയാണ്. ഏതായാലും പോലീസുകാര് നമ്മുടെ ഹരീനെ കൊണ്ടുവന്നിട്ട് നേരെ ഹോളിൽ കൊണ്ട് ചെന്നിട്ട് ഒരൊറ്റ ഉന്ത് കൊടുത്തു. കമലയുടെ അടുത്തേക്ക് നേരെ ചെല്ലുകയാണ്. ആ ഒരു ഉന്തില് കമലയുടെ അടുത്തേക്ക് നേരെ ചെന്ന് നിൽക്കുകയാണ് കേട്ടോ ഹരി. പോലീസുകാർക്ക് അത്രമാത്രം ദേഷ്യമുണ്ട്. എങ്ങനെ ദേഷ്യം വരാതിരിക്കും? അതുപോലെയുള്ള കാര്യമാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കമലയാണെങ്കിൽ ഹരിയുടെ മുഖത്തേക്ക് നോക്കി കരയുകയാണോ, സങ്കടപ്പെടുകയാണോ, എന്താ പറയുക, സഹതപിക്കുകയാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയില്. അപ്പോഴത്തേക്കും പോലീസ് അടുത്ത് വന്നിട്ട് നമ്മുടെ കമലേനെ ഒന്ന് നോക്കിട്ടോ. കമലേനെ ഒന്ന് നോക്കിയിട്ട് ഹരിയോട് ചോദിച്ചു, ഇതാണോടാ നിന്റെ തള്ളാന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ഹരി ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ഒന്നുകൂടെ എടുത്ത് ചോദിക്കുവാടാ, ഇതാണോടാ നിന്റെ തള്ളാന്ന്, നീ എന്താണോ ഒന്നും മിണ്ടാത്തത് നായെന്നും പറഞ്ഞുകൊണ്ട് പുറകില് കഴുത്തിന്റെ അവിടെ അങ്ങ് പിടിച്ചിട്ട്, നിന്റെ പെറ്റതള്ള തന്നെയാണോടാ ഇത് എന്നാ ചോദിച്ചതെന്ന് പറഞ്ഞപ്പം, അതെ സാറേ, എന്റെ അമ്മയാ. അപ്പോഴത്തേക്കും നമ്മുടെ പോലീസുകാരൻ നേരെ കമലയോടായി അടുത്ത ചോദ്യം. നന്നായിട്ട് വളർത്തി, നല്ല അസലും മകൻ. അതെ, ഇവിടെയല്ലേ അലീന എന്ന് പറയുന്ന വേലക്കാരി പെണ്ണാദ്യം ജോലിക്കുന്നത്? അതെ സാറേ, ഇവിടെയാ ജോലിക്കുന്നത്. അന്നേ ഈ ഡാഷ് മോനെ ഉണ്ടല്ലോ, കൊല്ലണമായിരുന്നു. പൈസയും സ്വർണവും കൊടുത്ത് അവളെ വശീകരിക്കാൻ നോക്കി. അത് വല്ലതും നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഇത് വല്ലതും അറിയുന്നുണ്ടോ? അത് പിന്നെ സാറേ, ഞങ്ങൾ അതൊന്നും അറിഞ്ഞില്ല. അപ്പൊ അതൊന്നും അറിഞ്ഞില്ലല്ലേ? അല്ല, ഇവൻ അവളെ ബാലേന്ദ്രമേനോന്റെ വീട്ടിൽ വെച്ച് റേപ്പ് ചെയ്യാൻ ശ്രമിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അതറിഞ്ഞോ? അത് ഞങ്ങള് അറിഞ്ഞില്ല സാറേ. ഇടയ്ക്ക് അറിഞ്ഞായിരുന്നു സാറേ എന്ന്. കാരണം കള്ളം പറഞ്ഞാൽ നമ്മുടെ കമലയ്ക്കും കിട്ടിയാലോ. അപ്പോഴത്തേക്കും പോലീസുകാരൻ പറഞ്ഞു, ഏതെങ്കിലും ഒന്നില് ഉറച്ചു നിൽക്കുക. ഒന്നെങ്കിൽ അറിഞ്ഞു, അല്ലെങ്കിൽ ഇല്ല, അങ്ങനെ ഉറച്ചു നിൽക്കുക. അത് അറിഞ്ഞു സാറേ, അറിഞ്ഞു. ഓ, അപ്പൊ എല്ലാവരും കൂടെ ആലോചിച്ച് ആ കേസ് ഒതുക്കി തീർന്നാണല്ലേ? അല്ലാതെ വേറൊന്നുമല്ല. ഇവനെ പോലെയുള്ളവന്മാരെ വളർത്തിക്കൊണ്ട് വരുന്നത് നിങ്ങളെ കുടുംബത്തിലുള്ളവർ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. അല്ല, വേറൊരു മകളുണ്ടല്ലോ, ബാലചന്ദ്ര മേനോന്. അവളുടെ പേരെന്തായിരുന്നു? ബബിത. അവളെയും
ഇവൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കി. ഇത് കേട്ടതും നമ്മുടെ കമല അങ്ങോട്ട് പേടിച്ചു പോയിട്ടോ. കാരണം ആ ഒരു കേസ് നമ്മുടെ കമല അറിഞ്ഞിട്ടില്ല. അപ്പം കമല ഒന്ന് ഞെട്ടി. അപ്പോഴത്തേക്ക് പോലീസുകാരൻ പറഞ്ഞു, ഇവൻ ആരാന്ന് നിനക്ക് അറിയാമോ, നല്ല തങ്കപ്പെട്ട പുന്നാര മോന. ഞങ്ങള് ഇതൊക്കെ അറിഞ്ഞത് എങ്ങനെയെന്നായിരിക്കൂലേ? ദേ ഇവന്റെ സർവ്വ ചരിത്രവും ഞങ്ങൾ ഇവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ഇവൻ കുടിച്ച മുലപ്പാലുണ്ടല്ലോ അതുവരെ ഛർദിപ്പിച്ചു ഇവനെ കൊണ്ട്. ഇവന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ ഇവന്റെ മുറി ഒന്ന് കാണിച്ചു തന്നാട്ടെ, മയക്കുമരുന്നും പിന്നെ വേറെന്തെങ്കിലുമൊക്കെ അശ്ലീല മാസികയും CD-യും മെമ്മറി കാർഡും ഒക്കെ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലം ഞങ്ങൾക്ക് കണ്ടേ പറ്റൂ. കാണിച്ചു തരില്ലേ എന്റെ പൊന്നു മനുക്കുട്ട എന്നല്ല, സോറി, ഹരിക്കുട്ട. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം വേറൊരുത്തനെയും കൊണ്ട് അവന്റെ വീട്ടിൽ പോകാനായിട്ടും അവിടെ ചെന്ന് അടുത്ത പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ടും. അതുകൊണ്ട് ദേ കേറി ചെല്ലടാ പുറകെ. തള്ളയും കേറി ചെല്ലടാ. റൂം കാണിച്ചു തന്നോളാം മര്യാദയ്ക്കെന്ന് പറഞ്ഞു. പോലീസും പുറകെ കയറി പോയി കേട്ടോ. അങ്ങനെ കമലയും ഹരിയും പോലീസുകാരും കൂടെ നേരെ നമ്മുടെ ഹരിയുടെ റൂമിലേക്ക് പോവുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് മനു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യാനാണ്, നിസ്സഹായ അവസ്ഥ, അല്ലാതെ വേറെ ഒന്നും ഇതിനെ പറയാനില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യണം എന്നുണ്ട് മനുവിനെ, പക്ഷെ മനുവിനും ചെയ്യാൻ പറ്റില്ല. മനുവിന്റെ മനസ്സ് അതിനിട്ട് അനുവദിക്കുന്നുമില്ല. ഏതായാലും നേരെ നമ്മുടെ ഹരിയുടെ റൂമിലേക്ക് കയറി ചെന്നു കേട്ടോ, പോലീസുകാരും കമലയൊക്കെ കൂടെ. അങ്ങനെ പോലീസുകാർ ചോദിച്ചു, ഇതാണോ നിന്റെ റൂം എന്ന്? അപ്പൊ ഹരി പറഞ്ഞു അതേന്ന്. അപ്പം ഹരിയോട് ചോദിച്ചിട്ട് വിശ്വാസം വരാത്തതുകൊണ്ട് പോലീസുകാർ കമലയോടും ചോദിച്ചു, ഇവന്റെ റൂം ഇത് തന്നെയാണോ? അതെ സാറേ, ഇവന്റെ റൂം ഇത് തന്നെയാ. എന്നാ പിന്നെ നമുക്ക് തുറന്ന് കളയാം. എടാ തുറന്ന് കേരളാകത്തേക്ക് കയറി ചെല്ലടാ, എല്ലായിടത്തും കാണിക്കടാ. നീ എന്താടാ മാറി നിൽക്കുന്നത്? എടാ എല്ലാം നിന്റെ കൈയും കൊണ്ട് തന്നെ എടുത്ത് കാണിക്കണം. നിന്റെ ലാപ്ടോപ്പ്, മെമ്മറി കാർഡ്, നിന്റെ CD, പിന്നെ നിന്റെ പെൻഡ്രൈവ് എല്ലാം ഇങ്ങോട്ടേക്ക് എടുക്കുക. പിന്നെ നിന്റെ അശ്ലീല മാസികയും എല്ലാം. അത് പിന്നെ സാറേ വിലങ്ങൂരാതെ നീ കാണിച്ചു തന്നാ മതി, തെരയണ്ട. തെരച്ചിലൊക്കെ ഞങ്ങള് നടത്തിക്കോളാം. വിലങ്ങൂരിയിട്ടേ അവനെല്ലാം എടുക്കത്തുള്ളൂ. എടാ നിന്നെക്കാളും അങ്ങേ അറ്റത്തവന്മാരെ കണ്ടതാടാ ഈ പോലീസുകാര്. അതുകൊണ്ട് കാണിച്ചു തന്നാ മതി, എടുക്കടാ പുന്നാര മോനെ എന്നിങ്ങനെ പോലീസുകാര്. ഈ സമയത്ത് നമ്മുടെ ഹരി പറഞ്ഞു, അത് പിന്നെ സാറേ ദേ ആ താഴെ കാണുന്ന ആ ഡ്രോയിലുണ്ട്. ആഹാ ആണോ എന്ന് പറഞ്ഞ് പോലീസുകാരൻ ആ ഡ്രോ ഇങ്ങനെ വലിച്ചു തുറന്നിട്ട് അതിനകത്ത് കുറെ ബുക്കും പുസ്തകവും വേറെ എന്തൊക്കെയോ കോപ്പും മാങ്ങാത്തൊലി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഹരിയുടെ. ഏതായാലും അതിൽ നിന്ന് എങ്ങാണ്ട് ഒരു പെൻഡ്രൈവോ CD-യോ എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. എന്നിട്ട് പോലീസുകാർ ചോദിച്ചു, ഇത്രയേ ഉള്ളോ? ബാക്കി സാധനം എവിടെയാണ് നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അതെ മറ്റേ സാധനം അതെവിടെയാണ് നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ ഹരി പറഞ്ഞു, അത് പിന്നെ എന്റെ കയ്യിലില്ല സാറേ. നിന്റെ കയ്യിലില്ലെന്നോ? നിന്റെ കൈവശമുണ്ടല്ലോടാ, നീ വെറുതെ പറയരുതേ. നീ 2 പേർക്ക് കൊടുത്തായിരുന്നല്ലോ, എവിടെയാടാ പറയടാ. അയ്യോ ഇല്ല സാറേ, എന്റെ കയ്യിൽ അതില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ഹരീനെ ഒരൊറ്റ അടി അടിച്ചുവിട്ട, ചെവിക്കല്ല് തീർത്ത്. കമല അവിടെ നിന്നു. കമലയ്ക്ക് അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. പോലീസുകാരൻ പറഞ്ഞു, എടുക്കടാന്ന് പറഞ്ഞ CI, സാധനം എടുക്കടാന്ന് പറഞ്ഞു. എന്റെ പൊന്നു സാറേ, എന്റെ കയ്യിൽ ഇല്ല സാറേ, അത് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് സത്യമാ, എന്റെ കയ്യിൽ ഇല്ല. ദേ വേഗം എടുക്കാനാ പറഞ്ഞത്, അത് എടുത്തോ മര്യാദയ്ക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തോ ഒരു സാധനം, എന്തായിരിക്കും ആ സാധനം? അവിടെ ഒരു ചെറിയൊരു അലമാരയുടെ, അതായത് ആ ഒരു ഷെൽഫ് ഉണ്ടല്ലോ, ഭിത്തിയുടെ ഷെൽഫിന്റെ അടിഭാഗത്തായിട്ട് വേറൊരു കള്ളി. ആ കള്ളിക്കകത്തു നിന്നാണ് എന്തോ ഒരു സാധനം എടുക്കുന്നത്. അത് വേറൊന്നും അല്ല കേട്ടോ, മയക്കുമരുന്നും നമ്മുടെ ഹരി ഉപയോഗിച്ചിരുന്നു. ആ ഒരു മയക്കുമരുന്ന് പൊടിയാണ് നമ്മുടെ ഹരി എടുത്തു കൊടുക്കുന്നത്. ഇത് കണ്ടതും വീണ്ടും കമലയുടെ കൺട്രോളും അതുപോലെ തന്നെ കമലയല്ലാണ്ടാവുകയാണ്. നമ്മുടെ കമലയ്ക്ക് ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കാൻ പറ്റണില്ല. മകന്റെ റൂമിനകത്ത് നിന്ന് മയക്കുമരുന്ന് പൊക്കിയേക്കുന്നു. എന്തൊക്കെയാ മകനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മുടെ രോഹിത്താണ് അത്ര മകനെ വഴിതെറ്റിച്ചത്. പിന്നെ നമ്മുടെ കമലയ്ക്ക് അറിയാം സ്വന്തം മകന്റെ സ്വഭാവം. പിന്നെ മറയ്ക്കാൻ വേണ്ടി എന്തൊക്കെയോ വിളിച്ചു പറയുന്നതാണ് പുള്ളിക്കാരി. ഏതായാലും ഈ സമയത്ത് മയക്കുമരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഹരിയുടെ ഒരു മാനസികാവസ്ഥയും ആ മുഖവും ഒക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. അങ്ങനെ പോലീസുകാരൻ പറഞ്ഞു, ഇതാണല്ലേടാ അപ്പം നിന്റെ മയക്കുമരുന്ന്, നീ ഇത് ഉപയോഗിച്ചിട്ടാണല്ലേടോ കണ്ട പെണ്ണുങ്ങളുടെ നെഞ്ചത്തേക്ക് കയറാൻ പോകുന്നത്? നിനക്കിട്ട് വെച്ചിട്ടുണ്ടടാ. നീ എന്തൊക്കെ കേസിലെ പ്രതിയാണെന്ന് അറിയാമോ? ദേ എന്റെ പൊന്ന് PC, തൊണ്ടുമുതല സൂക്ഷിച്ചു വെച്ചേക്കണം എന്ന് അവിടെ ഉള്ള ഒരു കോൺസ്റ്റബിളിനോട് പറയുകയാണ്. പോലീസ് അത് കൊടുക്കുകയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഹരിനെ കോളറിൽ പിടിച്ചിട്ട്, അല്ലാതെ കഴുത്തിൽ പിടിച്ചിട്ട് നേരെ കമലയുടെ ഫ്രണ്ടിലേക്ക് നിർത്തിയിട്ട്, ഇനി വേറെന്തെങ്കിലും ഉണ്ടോടാ? എന്തെങ്കിലും തൊണ്ടുമുതല്? അതെ, കഞ്ചാവ്, MDMA, ആശിഷ്. ഇല്ല സാർ, അതൊന്നും എന്റെ കയ്യിൽ ഇല്ല സാറേ. ഓ, അതൊന്നും നിന്റെ കയ്യിൽ ഇല്ലല്ലേ?
നീ അപ്പം അതിലേക്ക് അതിലേക്കൊന്നും വന്നില്ലേ? നീ പഠിക്കാൻ പോകുന്നവനാണല്ലോ, കോളേജ് കുമാരൻ. നീ പഠിക്കുന്ന വിഷയങ്ങളെ അത്യുഗ്രനായിട്ടുണ്ട് മോനെ, അത്യുഗ്രനായിട്ടുണ്ട്. ഈ ചെറുപ്രായത്തില് നിന്നെ കൊണ്ട് ഇതൊക്കെ സാധിച്ചതുണ്ടല്ലോ, വലിയ കാര്യം. ഒന്നാമത്തെ വിഷയം പെൺവിഷയം, അതില് നിനക്ക് ഡബിൾ ഡോക്ടറേറ്റ് തന്നെയാ കിട്ടിയേക്കുന്നത്. പിസി ദേ ഇവന്റെ അലമാരയിലെ തുണികളൊക്കെ ഒന്നുകൂടെ തപ്പി നോക്ക്, ചിലപ്പോ അതിനകത്തുനിന്നും എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും പിസി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റബിളിനോട് പറയാണ്. അങ്ങനെ ആ കോൺസ്റ്റബിൾ ചെന്ന് അലമാര ഫുള്ള് തപ്പുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് വീണ്ടും നമ്മുടെ കമലയുടെ മുഖം സൂം ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുവാണ് സ്ക്രീനിൽ. നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരമ്മ, അല്ലാതെ പിന്നെ എന്താ പറയുക? കമലയ്ക്കൊന്നും പറയാൻ പറ്റില്ല, ഹരിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അവിടെ വേറെ ഒന്നിനും പറ്റത്തില്ല. സ്വന്തം മകൻ അനുഭവിക്കുന്നത് എന്ത് എന്ന് നേരിൽ കാണുന്ന ഒരമ്മയാണ്. ഏറ്റവും ലാസ്റ്റ് എല്ലാ സംഭവവും തൊണ്ടി മുതലും കിട്ടിയിട്ട് നമ്മുടെ ഹരീനെ കൊണ്ട് പോലീസുകാര് ഖൈരക്കൽ മാളിക വീട്ടിന്റെ പടി ഇറങ്ങുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ഹരി പോയ ഉടനെ തന്നെ മനു ഗേറ്റ് അടയ്ക്കുകയാണ്, അല്ലെങ്കിൽ പണി കിട്ടും, ജനങ്ങളെ തല്ലി പൊളിക്കും. ഈ സമയത്ത് നമ്മുടെ കമല എന്ത് ചെയ്യുന്നു? നേരെ ശിവേട്ടനെ വിളിക്കുക. എന്റെ പൊന്നു ശിവേട്ട, എന്റെ ശിവേട്ട, ഞാൻ ആകെ പേടിച്ചു വിറച്ച് നിൽക്കുക ശിവേട്ട, എന്റെ പൊന്നു ശിവേട്ട, ഞാൻ എത്ര വിളിച്ചു, എന്നിട്ട് എന്താ ശിവേട്ടൻ എടുക്കാത്ത? രാവിലെ മുതലാണ് ഞാൻ വിളിക്കുന്നത്. അത് പിന്നെ ഞാൻ റിയാദ് വരെ ഒന്ന് പോയിരിക്കുകയായിരുന്നു, ഇന്നലെ രാത്രി പോയതാന്നേ. എവിടെ പോവുകയാണെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോണ്ടേ ശിവേട്ട. കത്തിത്തീരുവോ ഞാന്, എന്തുമാത്രം ഞാൻ വിഷമിച്ചു എന്നറിയോ? എനിക്ക് വയ്യ. നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കമലെ കാര്യങ്ങള്. കമ്പനി എന്നെ റിയാദിലേക്ക് അയച്ചതാ. അവിടെ എനിക്ക് ചെന്നേ പറ്റൂ, ഫ്ലൈറ്റിൽ വെച്ച് വിളിക്കാൻ പറ്റൂ, അങ്ങനെ കോളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ ഒരു മാനേജ്മെന്റ് സ്റ്റാഫ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെ നിന്നെ വിളിക്കും? റിയാദിൽ ചെന്ന ഉടനെ മീറ്റിംഗ്, കോൺഫറൻസ് ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഞാൻ സത്യം പറഞ്ഞ് തിരിച്ചിങ്ങോട്ടേക്ക് ഫ്ലൈറ്റിൽ വന്നത്. ഏതായാലും ഫ്ലൈറ്റ് വരാനൊക്കെ ഒരുപാട് വൈകിയിരുന്നു. ഫ്ലൈറ്റിനകത്ത് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് നിനക്ക് അറിയത്തില്ലേ? എന്നോടൊന്നും പറയണ്ട എന്റെ പൊന്നു ശിവേട്ട, എനിക്കിനി ജീവിച്ചിരിക്കണ്ട, ചത്തേച്ചാ മതി, ഞാൻ മടുത്തു. എന്നാ പിന്നെ നീ എന്നാ പറ്റിയെന്ന് പറയണ്ട പൊന്നു കമലെ. ഹരിയുടെ കേസിന്റെ കാര്യം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു ശിവേട്ട, മുഴുവൻ അറിഞ്ഞു. ദേ ഇവിടെ ഉണ്ടല്ലോ, ഗേറ്റിന് മുന്നിൽ കുറെ നാട്ടുകാർ വന്ന് കല്ലേറും ചീത്തവിളിയൊക്കെ ആയിരുന്നു. ലാസ്റ്റ് നിവർത്തി കെട്ടിട്ട് മനുവിനെ കൊണ്ട് പോലീസിനെ വിളിപ്പിച്ചത്. ദേ കുറച്ചു നേരം മുമ്പ് ഹരീനെയും കൊണ്ട് പോലീസ് ഇവിടെ വന്നു. ഹരീനെയും കൂടി പോലീസ് വന്നോ? എന്തിനാ? തെളിവെടുപ്പിനൊക്കെയാന്നാ പറഞ്ഞത്. അവന്റെ റൂമിൽ കയറിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന കണ്ടു. വിലങ്ങൊക്കെ വെച്ചോണ്ടാ വന്നത്. അല്ല, എന്നാ തെളിവെടുപ്പ്? നീ ചോദിച്ചില്ലേ? മറ്റേ പെണ്ണിനെ പീഡിപ്പിച്ചെന്നല്ല പരാതി. അതിന്റെ തെളിവെടുപ്പ്. ഹരി ഉൾപ്പെടെ 4 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തു ആ പോലീസ്. ചുമ്മാ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാ മതിയോ? അതിന് തെളിവ് വേണ്ടേ? അതൊന്നും എനിക്ക് അറിയില്ല ശിവേട്ട. ഒരു പെണ്ണ് പരാതി കൊടുത്ത ഉടനെ അറസ്റ്റ് ചെയ്യാൻ ഇരിക്കുവാണോ പോലീസ്? അത്രയ്ക്ക് മണ്ടന്മാരാണോ? ഇത് കസ്റ്റഡിയിൽ എടുത്തായിരിക്കുന്നത് ചോദ്യം ചെയ്യാനായിട്ട്. ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ, അല്ലാതെ വേറൊന്നും അല്ല കമലെ. നീ പേടിക്കണ്ട, നീ സമാധാനമായിട്ടിരിക്കുക. ഇത് ഇവിടെ ഇരുന്ന് എനിക്ക് കൈകാര്യം ചെയ്യാനുള്ളതേ ഉള്ളൂ. അത് പിന്നെ ആ പെണ്ണ് പോലീസിനോട് പറഞ്ഞേക്കുന്നത് അവളെ റേപ്പ് ചെയ്തു എന്നൊക്കെയാ. അതല്ലേ പറഞ്ഞിരിക്കുന്നത്, തെളിവില്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മനു ഉണ്ടോ അവിടെ? അവനുള്ളതും ഇല്ലാത്തതും കണക്കാ. അവൻ ഇവിടെ നിപ്പുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയി ആ ഹരിയുടെ കാര്യം ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അവനുണ്ടല്ലോ, ഖമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. അവൻ പോകത്തില്ല. ഞാൻ എന്നെ ചെയ്യാനാ? അവന് നാണക്കേടാണ് അത്ര. ഞാനൊരു പെണ്ണായി പോയില്ലേ ശിവേട്ട, ഇല്ലെങ്കിൽ ഞാൻ പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അന്വേഷിച്ചാന്. നീ വിഷമിക്കണ്ടടി, ഞാൻ പറഞ്ഞല്ലോ. ഞാൻ മനുവിനെ ഒന്ന് ഫോൺ വിളിക്കട്ടെ. മധുസൂദനൻ നായരല്ലേ ഇപ്പൊ അവിടുത്തെ SP? എനിക്കറിയാം അയാളെ. നീ ഫോൺ കട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി കേട്ടോ. അങ്ങനെ മനുവിനെ നേരെ നമ്മുടെ ശിവൻ വിളിക്കുകയാണ്. അങ്ങനെ ശിവൻ വിളിച്ചിട്ട്, എടാ നീ എന്താടാ ഒരു കൂസലുമില്ലാതെ നടക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. എടാ ഇതൊക്കെ വിശ്വസിക്കേണ്ട വല്ല ആവശ്യമുണ്ടടാ? ഇതിപ്പൊ പണമുള്ളവർ വീട്ടിലെ പയ്യന്മാരെ ട്രാപ്പിലാക്കുന്നതല്ലേ എല്ലാവരും. അതുപോലെ തന്നെ ഉള്ളൂ. അവൾമാരൊക്കെ പണം തട്ടാൻ വേണ്ടിയുള്ള പരിപാടിയല്ലേ ഇത്, അല്ലാതെ വേറൊന്നുമല്ല. അച്ഛനെ അറിയാഞ്ഞിട്ടാ. അച്ഛൻ അറിഞ്ഞ പോലെ ഒന്നും അല്ല കാര്യങ്ങള്. അച്ഛനത് മനസ്സിലാക്കുക. അല്ല, കമല പറഞ്ഞല്ലോ ഏതോ പെണ്ണ് പൈസ അടിച്ചു മാറ്റാനുള്ള പണിയാണെന്ന്. അച്ഛനോട് ഇത് ഞാൻ എങ്ങനെയാ പറയുന്നത്? ഹരി പ്രേമിച്ചോണ്ട് ഇരുന്ന പെണ്ണ കൂട്ടുകാരന്റെ വീട്ടിലെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കള്ളം പറഞ്ഞ് അവന് ആ ആൾതാമസം ഇല്ലാത്ത വീട്ടിൽ കൊണ്ട് കയറ്റി. കടപ്പാട്ടൂര് രോഹി അടക്കം 4 പേരുണ്ടായിരുന്നു അവിടെ. 4 പേര്. അവര് 4 പേരും കൂടെ ചേർന്ന് ഇവന്മാരെ മയക്കുമരുന്ന് കൊടുത്ത് എന്നതാ ചെയ്തതെന്ന് അച്ഛൻ അറിയാണ്ടിരിക്കുന്നതാ നല്ലത്. അതെ, ഒരു മകന് പറയാൻ ബുദ്ധിമുട്ട്. നാളെ ഇത് കേരളം മുഴുവൻ അറിയും. ഗൾഫിൽ വരും വാർത്തയും പടവും ഒക്കെ.
ആകെ മൊത്തം നാണക്കേട്. പിന്നെ ഇവിടുത്തെ TV ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പം വന്നു തുടങ്ങി. നാട്ടുകാരൊക്കെ അറിഞ്ഞു. അച്ഛൻ വിചാരിച്ച പോലെ കുറച്ച് പണം കൊടുത്ത് ഊരിപ്പോകാന്ന കേസല്ല ഇത്. അത്രയ്ക്കും വലിയൊരു കേസാണ്. നാളെ കോടതിയിൽ ഹാജരാക്കാൻ പോവാ. ജാമ്യം പോലും കിട്ടത്തില്ലെന്നാ പറഞ്ഞത്. റിമാൻഡ് ചെയ്ത് സബ് ജയിലിൽ അടയ്ക്കേ ഉള്ളൂ. അത് മാത്രമേ ഇതിന് ഒരിതുള്ളൂ. അത്രയും വലിയ കേസാണോ മനു ഇത്? അത്രയും വലിയ കേസാണോ? ആർക്കും ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അച്ഛൻ ഏതായാലും ഇവിടം വരെ വരണം, അല്ലാതെ ഒരു രക്ഷയും ഉണ്ടാവാൻ പറ്റില്ല. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അതൊന്ന് മനസ്സിലാക്ക്. എന്നാ പിന്നെ ഞാൻ വരാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. നീ ഫോൺ കട്ട് ചെയ്തോ മനു എന്ന് പറഞ്ഞു ശിവൻ. നമ്മുടെ മനുവിനോട് ഫോൺ കട്ട് ചെയ്യാൻ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു കേട്ടോ നമ്മുടെ മനു. എന്ത് ചെയ്യാനല്ലേ, മക്കൾ ഓരോന്ന് ഉണ്ടാക്കി വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗൾഫിൽ കിടന്നാലും സമാധാനം കിട്ടത്തില്ല തന്തയ്ക്കും തള്ളമാർക്കൊന്നും. ഇതുപോലെയുള്ള മക്കളുണ്ടായി തീരാന്നുള്ളതേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മുടെ പോലീസ് എത്തുന്നത് എങ്ങോട്ടാണെന്നറിയാം? അടുത്ത സീൻ പോലീസ് എത്തുന്നത് നമ്മുടെ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രന്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഏതായാലും പോലീസ് വന്ന് വെളിയിൽ ഇങ്ങനെ ഹോൺ അടിക്കുകയാണ്. ഹോൺ അടിച്ചതും അലീന ജസ്റ്റ് കർട്ടൻ ഒന്ന് മാറ്റി നോക്കിട്ടോ. മാറ്റി നോക്കിയപ്പോഴത്തേക്കും പോലീസാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ അലീനയ്ക്ക് ഒരു പേടിയായിട്ടോ. അപ്പോഴത്തേക്കും കൃഷ്ണമോൾ അവിടെ ഉണ്ട്. കൃഷ്ണമോൾ ചോദിച്ചു, എന്താ ചേച്ചി, ആരെ ചേച്ചി പുറത്ത് വന്ന് ഹോൺ അടിക്കുന്നത്? കുറെ നേരം ആയല്ലോ. അത് പിന്നെ വേറെ ആരുമല്ല മോളെ, പോലീസാ. പോലീസോ? അതെ, പോലീസ്. ഇത് കേട്ടതും നമ്മുടെ കൃഷ്ണമോളും വല്ലാണ്ടങ്ങ് ഞെട്ടിപ്പോവുകയാണ്. ഏതായാലും നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രന്റെ വീട്ടിൽ പോലീസ് എത്തിയത് നമ്മുടെ രോഹിത്തിനെയും കൊണ്ട് തെളിവെടുക്കാൻ മാത്രമല്ല, നമ്മുടെ അലീനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും കൂടിയാണ്. അറസ്റ്റ് ചെയ്യുകയല്ല, അലീനെ കൊണ്ടുപോകാനായിട്ടോ. അത് അലീനയുടെ മൊഴി എടുക്കാനും, അലീനയുടെ എന്താ പറയാ, അലീനെ റേപ്പ് ചെയ്തു എന്ന് ഹരി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ അലീനയെ കുറിച്ചൊന്ന് അറിയണമല്ലോ, അലീനയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പൊ അതിനും കൂടെ വേണ്ടിയാണ് പോലീസ് ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ അലീനയെ കൊണ്ടുപോകുന്നത്. ഏതായാലും ഇനി അങ്ങോട്ട് നമ്മളൊക്കെ വിചാരിക്കുന്നതിനും അപ്പുറം വലിയ വലിയ സംഭവങ്ങളാണ് അരങ്ങേറാൻ പോകുന്നത്. മറക്കരുത്, കാണുക. നമ്മൾ രാവിലെ നിന്ന് ഫുൾ വിശേഷമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.